അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫിദക്കുട്ടിനെ മദ്രസക്ക് കൊണ്ടേക്കാൻ വേണ്ടിങ്ങാണ്ട് തറവാട്ടിലേക്കും പോയി നിൽക്കുകയാണ്. സാധാരണ ഓളും വാപ്പിയും മകളും കൂടി രാവിലെ ഒന്നിച്ച് അങ്ങനെ മദ്രസക്ക് രാവിലെ ഒന്നിച്ച് അങ്ങനെ പോകലാണ്. അപ്പോൾ ഇന്ന് വാപ്പാക്ക് രാവിലെ തന്നെ എങ്ങോട്ടോ പോകാണ്ട് അത്യാവശ്യമായിട്ട് കാരണം ഒരു നേരത്തെ നീച്ച് പോയതുകൊണ്ട് ഇന്നോളം ഒറ്റക്കാണ്. അപ്പോൾ തറവാട്ടിൽ നിന്ന് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ അവിടുന്ന് കുട്ടികളൊപ്പം അങ്ങനെ പോവുകയും ചെയ്തോളും. പിന്നെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ പിന്നെ ഈ വൈക്കക്കൂടെ ഒക്കെ രാവിലെ ആളും മനസ്സിലൊന്നും അങ്ങനെ വല്ലാതെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വലിയൊരു ഒറ്റയ്ക്ക് പറഞ്ഞേക്കാനൊരു ധൈര്യക്കുറവാണ്. അപ്പോൾ എന്തായാലും അധികം ദൂരമൊന്നുമില്ല, എന്നാലും ഒന്ന് അവിടെ ഒറ്റാക്കി കൊടുത്തുങ്ങാണ്ട് പിന്നെ ഫിദുവിന് അവിടുന്ന് ഒരു ഗ്ലാസ് പാലും വാങ്ങി വരലുണ്ട്. അപ്പോൾ അതും വാങ്ങി പോരാന്ന് കരുതിയിട്ട് രാവിലെ അങ്ങനെ അവളെ തറവാട്ടിലേറ്റം ആക്കി കൊടുത്ത് നമ്മൾ പെരേക്ക് എത്തിക്കുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ വർക്ക് ഏരിയത്തെ ഒരു ചേലും പോലാണ് ഇട്ടത്. തലേ ദിവസം രാത്രി പാത്രം ഒന്നും കഴുകി വെക്കാതെയാണ് കടന്നീനെ കേട്ടോ. എന്ന് നമ്മൾ മോറി അടുക്കി പൊറുക്കി അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് കാണാനായിട്ട് കിടക്കൽ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഫിദുവിന് ഉറക്കന്നെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനും ഉറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി നല്ലോണം നേരത്തെ തന്നെ കടന്നുറങ്ങിട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി ഇതൊക്കെ മോറി അടിച്ചലും പൊറുക്കലും ഒക്കെ കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞ് കിട്ടുമ്പോൾ അതിന് നേരം 10 മണിയാവും. ഓൻ ഉറങ്ങിയ കണ്ടപ്പോൾ ഞാൻ എന്താട്ടി വേഗം ചോറെടുത്ത് വെച്ചിക്കാണ്ട് മക്കൾക്കുള്ളതൊക്കെ കൊടുത്തുകാണ്ട് ഞാൻ പോയി കടന്നുറങ്ങി. ഓല് പാത്രം മോറി എടുക്കുക വെക്കുക, എന്തായാലും പെൺകുട്ടികളാണല്ലോ, ഓല് തിന്നതിൻ്റെ ബാക്കി അവിടെ ഉണ്ടാവും, രാവിലെ എടുക്കുക. നേരം വെളുത്താലും നമുക്ക് തന്നെയല്ലേ പണി. നമ്മൾ പെണ്ണുങ്ങൾക്ക് 365 ദിവസം അടിച്ചലും മോറലും വെക്കലും വളമ്പലും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റെസ്റ്റും ഇല്ലല്ലേ. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് നിയോഗിച്ചൊരു പണി എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും വാണ്ടില്ല, അവിടെ കിടക്കട്ടെ. എന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ അടിച്ചും തുടച്ചും മോറി നടക്കണം. ഇന്ന് എന്തായാലും കുറച്ച് നേരം കണ്ട് ഉറങ്ങട്ടെ എന്ന് കരുതിക്കാണ്ട് ഞാൻ എന്തായാലും കടന്നു. അപ്പോൾ എന്തായാലും രാവിലെ എല്ലാ പാത്രവും അവിടെ ബാക്കിയാണ് കേട്ടോ. തലേ ദിവസത്തെ ചോറും കൂട്ടാനും വെച്ചത് വരെ ഒഴിച്ചിട്ടുണ്ടായില്ല, തിന്നതിൻ്റെ ബാക്കിയൊക്കെ അവിടെ ഉണ്ട് കുളിച്ച് കിടക്കണം. പിന്നെ രാവിലേക്ക് പറഞ്ഞാൽ കുറച്ച് അളക്കച്ചോറ് അങ്ങോട്ട് വെച്ചിരിക്കും. പിന്നെ രാവിലെ പുതിയ ആൾക്കാർക്ക് രാവിലെ നീച്ച് നേരത്തെ അത്യാവശ്യമായിട്ട് പോയിക്കണ്. പിന്നെ കുട്ടികളും ഞാനും തന്നെ ഉള്ളല്ലോ. അപ്പോൾ കുറച്ച് അളക്കച്ചോറ് വെച്ചിങ്ങാണ്ട് ചായക്ക് അതൊക്കെ മതിയെന്നും കരുതി അങ്ങനെ എന്തായാലും ചായൻ്റെ കടി അതൊക്കെയാണ് കേട്ടോ. അതാകുമ്പോൾ പിന്നെ വേഗം കുറച്ച് തേങ്ങയും ഉള്ളിയൊന്നും ഇട്ടുങ്ങാണ്ട് കുറച്ച് പച്ചരി ഇട്ടുങ്ങാണ്ട് കുക്കറിൽ 2 വിസിലടിച്ചാൽ കടി റെഡിയായി. അങ്ങനെ ഞാൻ എന്തായാലും പാത്രമൊക്കെ മോറിയെടുക്കട്ടെ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരുപാട് ജോലികൾ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ. നേരെ മറിച്ച് ആണുങ്ങളെ കാര്യം എന്ന് പറഞ്ഞാൽ ഓൽക്കൊരു കുട്ടികളെയും കൊണ്ട് 2 വറ്റി ചോറ് കൊടുത്താൽ അതുവരെ തിന്നാനും ഓൽക്ക് ഒരാൾ വേണം കുട്ടീനെ നോക്കണം എന്നുണ്ടെങ്കിൽ. ഞാനിവിടെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഫിദുവിനായിട്ട് ചോറ് വിളമ്പി കൊടുത്ത് ഞാൻ എന്തെങ്കിലും ഒരു പണിക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ചോറ് വഴി ഞാൻ വരുവോളം കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതെന്താ വെച്ചാൽ ഓല അവിടെ വാണ്ടാത്താട്ടിയിട്ടും ഇവിടെ വാണ്ടാത്താട്ടിയിട്ടും ഒരു പണിക്കും ഓല അയക്കൂല. ഓല് കരുതിയ പോലെ ഫ്രീ ആയിട്ട് തിന്നാൻ കുട്ടികളെയും കൊണ്ട് കഴിച്ചില്ല. അതേപോലെ വേറെ എന്തെങ്കിലും ഒരു പണി ഇനിയിപ്പോൾ ഇവിടെ സാധാരണ എടുക്കൽ വണ്ടി ഏകൊക്കെയാണ്, അതൊക്കെ ആണെങ്കിലും കുട്ടീനെ ഇവിടെ അകത്ത് വാതിലടച്ചും കാണ്ടൊക്കെയാണ് പുറത്തിരുന്ന് വണ്ടി ഏകൽ. അല്ലാന്നുണ്ടെങ്കിൽ ഓല അയക്കൂല എന്നല്ല, കുട്ടികളല്ലേ അവിടെയും ഇവിടെയും തോണ്ടിയും തേച്ചും അങ്ങനെ നിൽക്കും. അപ്പം നമ്മളിപ്പോൾ ആ ഒരു മക്കളെയും കൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു പെരയിലില്ല പണിയൊക്കെ എടുക്കുന്നത്. നമ്മൾ വെക്കണ് വിളമ്പണ് ഓലയും കൊണ്ട് എല്ലാതും നമ്മൾ ചെയ്യണം. അപ്പം നമുക്ക് അത് വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ലല്ലേ. ചില കുട്ടികൾ വേണ്ടാത്തൊക്കെ കാട്ടിക്കൊണ്ട് നിൽക്കും, എന്നാലും കുറച്ച് നേരം പിടിച്ചാലും കൂടിയിട്ട് നമ്മളതൊക്കെ ചെയ്തെടുക്കലുണ്ട്. പിന്നെ നമ്മളെ പെരയിലൊക്കെ എല്ലാ ആണുങ്ങൾ സ്ഥിരം ഡയലോഗാണ്, എന്താ അപ്പം എനിക്ക് ഇവിടെ മല മറിച്ചണ പണിയെന്നുള്ളത് അല്ലേ. നമ്മൾ മല മറിച്ചിട്ടൊന്നും അല്ലെങ്കിൽ കൂടിയിട്ട് നമ്മളൊരു ദിവസം എടുക്കണ ഒരു പണി കുട്ടികളെ ഓലെടുത്തൊന്ന് ആക്കി കൊടുത്തുങ്ങാണ്ട് ഒരു ദിവസം ഓല കൊണ്ടൊന്ന് എടുപ്പിച്ച് നോക്കണ്ടേ. നമ്മളിവിടെ മല മറിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചോദിച്ചാൽ അതൊന്ന് ഒരു ദിവസം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ഒരു കയ്യിലുള്ള ധൈര്യമൊന്നും ഒരിക്കില്ല. പറയുന്ന അങ്ങോട്ട് കേട്ടാൽ കരുതും ഓല് നമ്മളൊക്കെ ഒരു പണിയില്ല എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും കൂട്ടം വർത്താനൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പാത്രം കഴുകലും അതേപോലെ വർക്ക് ഏരിയ ഒന്ന് അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വർക്ക് ഏരിയയിൽ ടൈൽസ് ഒന്നും ഇട്ടിട്ടുണ്ടായില്ല, കാവിയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഒരു കളറ്. അപ്പോൾ ആദ്യം 1-2 കമൻറ്റൊക്കെ വന്നിരുന്നു, എന്താ താത്ത ടൈൽസ് ഇട്ടിട്ടില്ലേ എന്നുള്ളത്. ടൈൽസ് ഇട്ടിട്ടില്ല, വർക്ക് ഏരിയയിൽ കാവിയാണ് ഇട്ടിട്ടുള്ളത് കറുത്ത കളറിൽ. അങ്ങനെ എന്തായാലും നമ്മളതൊക്കെ അരിയൊക്കെ കഴുകിങ്ങാണ്ട് ഇനി ഏതായാലും നമ്മളതിൻ്റെ ഇടയിൽ കൂടെ പുറത്തടുപ്പിൽ വെള്ളമൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലോണം തിളച്ച പാടിഞ്ഞപ്പോൾ അരി കഴുകിയിട്ടാൽ നമുക്ക് അകത്തു കൂടെ ഉള്ള ക്ലീനിങ്ങിനും പിന്നെ വേറെ ക്ലീനൊക്കെ നിൽക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ നല്ലോണം ചൂടായിക്കണം കേട്ടോ.
ഈ ബെഡൊക്കെ വിരിച്ചിടുമ്പോഴല്ലേ ഈ നീറ്റ് തന്നെ ഉള്ളൂ. പിന്നെ കഥ ഈ ഒരു കോലത്തിലും കേട്ടാവും. ഇപ്പോൾ കണ്ടോ ഓരോരുത്തർ മക്കളെ രാവിലത്തെ കുളി നേനെയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് വരെ കൊണ്ട് കഴിച്ചിട്ടിരിക്കുന്നത് ഈ ഒരു ബെഡിലാണ്. തോർത്തുണ്ടും ബാഗും ബുക്കും എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തതൊന്നുമില്ല. ഈ ഒരു കിടക്കൻ്റെ അവസ്ഥയാണ്. പിന്നെ ഈ ഒരു തലയണൻ്റെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ 2 ബെഡ്റൂമിലും ഒരു തലയണമി പിന്നെ കവർ നിൽക്കാനും ഇത് അയക്കില്ല. ഓൻ എന്തോ ഒരു അലർജിയാണ്. അതിന്മേൽ ഒരു കവർ ഇട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് വലിച്ചൂരിങ്ങാണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി വല്ല കട്ടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി എറിഞ്ഞ് പോരും. ഓൻ എന്താണെന്നറിയില്ല. ഇതേപോലെ തലക്കിനിമ കവർ ഇട്ടുങ്ങാണ്ട് കണ്ടുകണമെന്നുണ്ടെങ്കിൽ ഓൻ എന്തോ ഒരു തലവേദനയാണ്. അതങ്ങോട്ട് കഴിച്ചെറിഞ്ഞെങ്കിലേ ഓനൊരു സമാധാനമുള്ളൂ. അപ്പം ഞാൻ മനഃപൂർവ്വം അപ്പോൾ കവർ ഇടലില്ല കേട്ടോ. അങ്ങനെ വെക്കല. ഇട്ടാലും ചിലപ്പം അപ്പം അങ്ങനെ ഉണ്ടാവും. പിന്നെ കാണാം അവിടെ എവിടെയൊക്കെ കിടക്കും. ഓൻ അങ്ങനെ ഒരു സ്വഭാവമാണ്. അത് വെറുതെ ഊരി എറിയും. അപ്പോൾ ഓൻ എന്തായാലും നീച്ചിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഒരു റൂം ഞാൻ നീച്ച് പോരുമ്പോൾ തന്നെ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് പോരും. ബെഡും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ചിലപ്പം വിരിച്ചിടും. ചില ദിവസമേ വിരിക്കാത്തുണ്ടാവുള്ളൂ. പിന്നെ ഉള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നടന്ന് പൊറുക്കാൻ കുറച്ച് കളിക്കോപ്പ് ഉണ്ടാവും കേട്ടോ. പിന്നെ തുണികൾ അവിടെ ഇവിടെയൊക്കെ കഴിച്ചിട്ടതായിട്ട് ചിലപ്പം കോണിപ്പടിമ കൂടെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. നമ്മൾ രാത്രിയൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ നീച്ചുമ്പോൾ അധികം പണിയാവും കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തങ്ങാണ്ട് അടുക്കി പൊറുക്കി വെക്കാനുള്ളതൊക്കെ അതാത് സ്ഥലത്തേക്ക് അങ്ങോട്ട് വെച്ചാൽ പിന്നെ നമുക്ക് ഒന്നിച്ചങ്ങോട്ട് അടിച്ചോരിങ്ങാണ്ട് ഇങ്ങോട്ട് പോന്നാൽ മതിയല്ലോ. മറ്റത് അവിടെ ഇവിടെയൊക്കെ കളിക്കോപ്പായിട്ടും ബുക്കായിട്ടും പെന്നായിട്ടും പെൻസിലായിട്ടും എന്ന് പറഞ്ഞാൽ കളറാണെങ്കിൽ കട്ടിലിൻ്റെ ചോട്ടിൽ കൂടെ ഒക്കെ അങ്ങനെ എല്ലാതും അവിടെ ഇവിടെയൊക്കെ ഇക്കാരം. ഈ ഒരു പ്രായം മക്കളുണ്ടെന്നുണ്ടെങ്കിൽ പെൻസിൽ കുറിപ്പിച്ചതൊക്കെ ഉണ്ടാവും കട്ടിലിൻ്റെ ചോട്ടിൽ. അങ്ങനെയൊക്കെയാണ് നല്ല പരിപാടി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അടിച്ചോലൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരൊറ്റ മുട്ടായി ഉണ്ട് കേട്ടോ. കുട്ടികൾ തലേ ദിവസം കൊടുന്ന് തിന്നതിൻ്റെ ബാക്കിയാണ്. അത് തേൻമുട്ടായിയാണ്. തേൻമുട്ടായി ഇഷ്ടമല്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ. നല്ല രസമാണല്ലേ തിന്നാൻ. അങ്ങനെ നമ്മളെ ഫിദക്കുട്ടി ഇതാ മദർസൊക്കെ വിട്ട് വന്നിക്കണ്. അതിൽ പിന്നെ ഇനി എന്തായാലും കഞ്ഞിയൊക്കെ കൊടുത്തുങ്ങാണ്ട് ഓളം ഒരുക്കിങ്ങാണ്ട് സ്കൂൾക്ക് പറഞ്ഞയക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. തലയും മുടിയൊക്കെ നന്നാക്കി കൊടുത്തുങ്ങാണ്ട് പിന്നെ ഇവിടെ മുറ്റത്തുനിന്ന് ബസ് കയറിക്കോന്ന് പറഞ്ഞാൽ കേൾക്കൂല. മേലത്തെ പരിയത്ത് ആ കുട്ടീൻ്റെ ഒപ്പം കയറാൻ അങ്ങോട്ട് കയറിപ്പോവും. അവിടുന്നേ കയറുള്ളൂ എന്നും പറഞ്ഞ് അങ്ങോട്ട് കയറിപ്പോവും. ഇവിടെ മുറ്റത്തേറ്റം വണ്ടി വരും, എന്നാലും പറഞ്ഞാൽ കേൾക്കൂല, അവിടുന്നേ കയറുള്ളൂ. അങ്ങനെ സ്കൂളുകാരൊക്കെ പറഞ്ഞയച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും കൂട്ടാൻ നോക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കൂട്ടാനെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ മീനൊന്നും വാങ്ങണില്ല. കുറച്ച് പുളിങ്കറി ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ. കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വലിയൊരു ഇതൊന്നുമില്ല. കൊടുന്നിട്ട് ഏതായാലും കുറച്ച് ദിവസം ആയിക്കണു. അപ്പോൾ എന്തായാലും അതിട്ടുങ്ങാണ്ട് ചെറിയൊരു പുളിയൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലൊരു ചാറങ്ങോട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കറി അവിടെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് പയറും കയ്പങ്ങയൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടിയും കൂട്ടിങ്ങാണ്ട് ഒരു ചെറിയ ഉപ്പേരി അങ്ങോട്ട് വെക്കാമെന്ന് കരുതി. പയറിൻ്റെ കൂടെ കയ്പങ്ങൻ്റെ ഒപ്പം പയറും കൂടി ഇട്ടുങ്ങാണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ ആ ഒരു കയ്പ്പ് നമുക്ക് അറിയാനും. അങ്ങനെ നമ്മൾ കുറച്ച് ഉണക്കമീനെ കൂടെ കേക്ക് എന്നാക്കി എടുത്തിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കറി തിളച്ച പാട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറി എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ പുളി പിഴിഞ്ഞ് പാർന്നതും 2 പച്ചമുളകും ഉപ്പും അങ്ങനെ ഇട്ടുങ്ങാണ്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ഉള്ളി തക്കാളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഇട്ടുങ്ങാണ്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ടുണ്ടാക്കാം. ഇത് ഞാൻ വെറും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി രൂപത്തിൽ അങ്ങോട്ട് കാട്ടിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ ഇട്ടുങ്ങാണ്ട് അത് വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഉപ്പേരിയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതെന്തായാലും നല്ലോണം ഒന്ന് കേക്ക് നന്നാക്കിയെടുക്കുകയാണ്. കേക്കിങ്ങാണ്ട് തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിനത്. എന്നാലും അരിഞ്ഞങ്ങാണ്ട് ഒന്നും കൂടി ഒന്ന് കേൾക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ചിങ്ങാണ്ട് അതിക്ക് ഇതൊക്കെ വെളിച്ചെണ്ണയൊക്കെ പാർന്ന് കടുകിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ ഒരു വെല്ലുള്ളിൻ്റെ പകുതിയാണ് കേട്ടോ. അത് നീളത്തിൽ അരിഞ്ഞങ്ങാണ്ട് പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടുങ്ങാണ്ട് ഒന്നങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. നമ്മളൊന്നുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉള്ളി ഒന്ന് വേഗം വാടിങ്ങാണ്ടാണ് കേട്ടോ. അപ്പം ഇനി നല്ലോണം ഒന്ന് ഉള്ളി വാടി വരുമ്പോഴത്തേന് നമ്മളിതൊക്കെ കറിക്ക് വേണ്ടി കുറച്ച് തേങ്ങ അരച്ച് കൊണ്ടുവന്നിരുന്നു. അതും കൂടി അങ്ങോട്ട് പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പുളിഞ്ചാറൊക്കെ വെക്കുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി അരച്ച് പാരുകയെന്നുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു രസമാണല്ലേ. അങ്ങനെ നമ്മൾ കറിക്ക് പാകത്തിനുള്ള വെള്ളം ഒന്ന് ആ ജാറ് ചുവറ്റിയും കൂടി അങ്ങോട്ട് പാർന്ന് കൊടുത്തിക്കണം. അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ ഉള്ളി ഇതൊക്കെ നല്ലോണം വാടി വന്നിക്കണ്. ഇനി നമുക്ക് എന്തായാലും കേക്ക് വെച്ചിന് കയ്പങ്ങയും അതേപോലെ തന്നെ പയറും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നല്ലോണം അങ്ങോട്ട് വാടി ചോന്ത കളറാവൊന്നും വേണ്ട, ഒന്നും അങ്ങോട്ട് വാടി കിട്ടിയാൽ മതി.
അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപ്പും കൂടി ഇട്ടുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതേപോലത്തെ ഉപ്പേരിന്ന് വെക്കുമ്പോൾ ഞാൻ സാധാരണ വെള്ളമൊന്നും പാരലില്ല. അല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ഊറ്റിങ്ങാണ്ട് ചിലപ്പം പെട്ടെന്ന് വേകാനൊക്കെ വേണ്ടിങ്ങാണ്ട് തിളപ്പിച്ച് കുക്കറിലിട്ട് ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ച് ഒരൊറ്റ വിസിലടിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് ഊറ്റിങ്ങാണ്ട് അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞാണ്ട് അങ്ങനെ തൂമിച്ചെടുക്കലുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നിങ്ങനെ ചെറിയ തീയിലിട്ട് കുറച്ച് നേരം വെക്കണം എന്നുള്ളൂ. ആ ആവിയിൽ കിടന്ന് വേകണ്ടേ. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ചാറ് വെക്കുന്നത് ഇവിടെ ഉഷാറായിട്ട് കിട്ടിയിരിക്കുന്നു. പിന്നെ ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കേട്ടോ ഒറ്റിച്ചെടുക്കുന്നത്. നമ്മൾ തൂമിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് പിന്നെ കരിവേപ്പിൻ്റെ ഇലയും കൂടി ഒരിട്ട് കൊടുത്തുകൊണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിങ്ങാണ്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഉപ്പേരി ഇതൊക്കെ ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിരിക്കുന്നു. ഇനി എന്തായാലും ഉപ്പേരിയൊക്കെ വെച്ചാൽ പാത്രം കൂടി ഒന്നങ്ങോട്ട് മോറി വെച്ചാൽ പരിപാടി ഇവിടുത്തെ തീരും ചെയ്യും. പിന്നെ ചോറൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഊറ്റിയെടുത്തിരുന്നു കേട്ടോ. എളുപ്പം വേണ അരിയാണ് നമ്മൾ ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത് വേഗം വെന്ത് കിട്ടിയിരിക്കണ്. അപ്പോൾ നമ്മളെ ഉപ്പേരിയും അതേപോലെ തന്നെ ചോറൊക്കെ ഇവിടെ റെഡി ആയിക്കണ്. പിന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള മീൻ കറിയില്ല ഇതേപോലത്തെ പുളിങ്കറിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അതിലേക്ക് ഒരു പപ്പടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ കുട്ടികൾക്ക് 10 മണിക്ക് കഞ്ഞിക്ക് ഉണ്ടാക്കിയ മുട്ട പൊരിച്ചതും അതേപോലെ തന്നെ തക്കാളി കൂട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഫിദുവിന് കഞ്ഞി എടുക്കുമ്പോൾ കൊടുക്കാമെന്ന് എഴുതിയൊരു മുട്ടൻ്റെ കണ്ടം അവിടെ വെച്ചതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളെ കുളി നനയൊക്കെ കഴിഞ്ഞ് മാറ്റി ഇറങ്ങുകയാണ്. നമുക്ക് ഉമ്മാൻ്റെ പെരയിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ട് പോകണം? അയ്യോ എനിക്ക് വയ്യ. കല്യാണത്തിക്കോ? എവിടെ കല്യാണം? ബാച്ച് വേണ്ടപ്പോ അയ്യോ ഇതാരും വാങ്ങിയത് ഊരി കള്ളമായി കൊണ്ടുപോ അടിപൊളി മങ്കി. അതാ പുതിയ വാച്ച്. പിന്നെ നീനൂസ് സ്കൂൾക്കൊക്കെ പോകാൻ വേണ്ടി മാറ്റി കൊഞ്ഞിന് കേട്ടോ. അപ്പം ഇങ്ങനെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഒരു കുരയാണ്. ഇപ്പോൾ ജലദോഷം പിടിച്ച് അതൊക്കെ മാറിയിരിക്കണം. എന്നാലും ഇങ്ങനെ ചുമച്ചുകൊണ്ട് നിൽക്കുകയാണ്. രാത്രിയൊക്കെ ഭയങ്കര ചുമ. കുര എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ചുമ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കുരക്കുക എന്നൊക്കെയാണ് പറയൽ. അപ്പോൾ എന്തായാലും അപ്പോൾ ഓളന്ന് ഡോക്ടറെ അടുത്ത് കാണിച്ചിക്കാണ്ട് അതിനുള്ള മരുന്നും കൂടി വാങ്ങാമെന്ന് കരുതി ഞാനും ഓളും കൂടി അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ എനിക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. ഇഷ്ടമായി കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.